ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇനി നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫലാഫൽ ഉണ്ടാക്കിയാലോ. ഏകദേശം നമ്മുടെ പരിപ്പുവടേൻ്റെ ഒക്കെ ഒരു ബന്ധു എന്നൊക്കെ പറയാൻ പറ്റും കേട്ടോ. എന്നാലും ആ ഒരു ടേസ്റ്റ് അല്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ 2 കപ്പ് അളവിൽ കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വെള്ളക്കടലയാണ് കേട്ടോ വേണ്ടത്. ഏകദേശം ഒരു ഓവർനൈറ്റ് നമ്മൾ കുതിർത്ത് വെക്കണം കേട്ടോ. ഇത് നമ്മൾ മിക്സിൻ്റെ ബാക്ക് സൈഡിലിട്ട് പൾസ് ചെയ്ത് ഒന്ന് അടിച്ചെടുക്കുകയാണ്. നല്ലോണം പേസ്റ്റായി പോകണ്ട. അപ്പോൾ ഇതെല്ലാം പാടെ നമുക്ക് ഒറ്റയടിക്ക് അടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പകുതി ആദ്യം ഒന്ന് അടിച്ചെടുത്തിട്ട് മാറ്റി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. രണ്ടാമത്തെ പ്രാവശ്യം അടിച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു കൈപ്പിടി നിറച്ച് മല്ലിയിലയും പിന്നെ അതുപോലെ തന്നെ എരിവിന് നമുക്ക് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളകും ചെറിയൊരു സവാളൻ്റെ പകുതി ഇതേപോലെ പീസാക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് അടിച്ചെടുത്തെല്ലാം കൂടി ഇതാ ഒരു ബൗളിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മൈദ ചേർത്ത് കൊടുക്കാം. ഓരോ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കൈ പിടിച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ എടുക്കാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസി വരുന്നത് വരെ മൈദ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു, മിക്സിയിൽ നോക്കി 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു, പിന്നെ 3 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ നമുക്ക് കറക്റ്റ് ആ ഒരു പരുവം കിട്ടിയത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ആ ഒരു കടലിൻ്റെ അളവിനനുസരിച്ചിരിക്കും കേട്ടോ മൈദ ചേർത്ത് കൊടുക്കുന്നതൊക്കെ. അപ്പോൾ ഏകദേശം നമ്മുടെ മാവൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയിട്ട് പരത്തിയെടുക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് റൗണ്ട് ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിൻ്റെയും പരിപ്പുവടേൻ്റെയൊക്കെ ആ ഒരു ഷേപ്പിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് ആ ഒരു കറക്റ്റ് ഷേപ്പ് പോലെ ആക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇതാ കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ 4 എണ്ണവും ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു സൈഡൊക്കെ കളർ മാറി വരുന്ന സമയത്ത് ഒന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഒരു തവണ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. ആ ഒരു സെയിം ടേസ്റ്റ് നമുക്ക് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പുവട കഴിക്കുന്ന പോലെയല്ല, അതിൻ്റെ ഒരു മല്ലിച്ചപ്പിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ ആ ഒരു ടേസ്റ്റൊക്കെ നല്ലോണം കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫലാഫിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 4 മണിക്ക് നല്ല ചൂട് കട്ടൻ്റെ കൂടെ ഒക്കെ കഴിക്കാനൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ. പിന്നെ ഇത് വെറുതെ കഴിക്കുന്നതിനേക്കാളും മയോണൈസും സോസൊക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയത്. അപ്പോൾ ഞാൻ എന്താ കുറച്ച് മയോണൈസും കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ഇതേപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയെക്കാട്ടി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക്സ് ഫോർ വാച്ചിങ്.